സിയോൺ ക്ലാസിക്സ് ടിവി ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം. സുഡാനിലെ യുദ്ധം എല്ലാവരും മറന്നു. പിന്തുണ അഭ്യർത്ഥിച്ച് പൊന്തിഫിക്കൽ കത്തോലിക്ക സന്നദ്ധ സംഘടന. ലിസ്ബൺ. യുദ്ധത്തെ തുടർന്ന് ദക്ഷിണ സുഡാനിൽ അഭയം കണ്ടെത്തിയ അഭയാർത്ഥികൾക്ക് പിന്തുണ നൽകുന്നതിനായി പോർച്ചുഗലിൽ അടിയന്തര ക്യാമ്പയിൻ ആരംഭിച്ചു. 2023 ഏപ്രിൽ 15 പൊട്ടിപ്പുറപ്പെട്ട സുഡാനിലെ ആഭ്യന്തര യുദ്ധം ലോകത്തിലെ മറന്നുപോയ യുദ്ധങ്ങളിലൊന്നാണെന്നാണ് കത്തോലിക്ക സന്നദ്ധ സംഘടനയായ എയ്ഡ് ടു ദ ചർച്ച് ഇൻ നീഡ് പ്രസ്താവിച്ചു. രാജ്യത്ത് അരങ്ങേറിയ അക്രമം ഇതിനകം ആയിരക്കണക്കിന് മരണങ്ങൾക്കും ദശലക്ഷക്കണക്കിന് ആളുകളുടെ പ്രവാസ ജീവിതത്തിനും കാരണമായിട്ടുണ്ടെന്നും പോർച്ചുഗീസ് സെക്രട്ടേറിയറ്റിലെ ACN ഡയറക്ടർ കാറ്ററീന മാർട്ടിൻസ് ബി ബെറ്റൻകോട്ട് വ്യക്തമാക്കി. ദക്ഷിണ സുഡാൻ അതിന്റെ ഹ്രസ്വചരിത്രത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഘട്ടങ്ങളിലൊന്നാണ് നീങ്ങുന്നത്. ഈ ജനതയെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യത്തെക്കുറിച്ച് ആരും സംസാരിക്കാറില്ല. വാസ്തവത്തിൽ ഇത് ലോകത്തിലെ മറന്നുപോയ യുദ്ധങ്ങളിലൊന്നാണ്. യുദ്ധം മൂലമുണ്ടായ മാനുഷിക പ്രതിസന്ധി വളരെ വലുതാണ്. ഭക്ഷണമോ വെള്ളമോ കൂടാരമോ അടിസ്ഥാന ആവശ്യങ്ങളോ ഇല്ലാത്ത ഈ കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകളെ സഹായിക്കാൻ ദയവായി വരണമെന്നും സംഘടന അഭ്യർത്ഥനാ സന്ദേശത്തിൽ കുറിച്ചു. നേരത്തെ സൈനിക മേധാവി അബ്ദേൽ ഫത്ത അൽ ബുർഹാനും RSF തലവനായ ജനറൽ മുഹമ്മദ് ഹംദാനും തമ്മിലുള്ള അധികാര വടംവലിയാണ് ആഭ്യന്തര യുദ്ധമായി പരിണമിച്ചത്. കമാൻഡ് സെന്ററായി പരിവർത്തനം ചെയ്ത ഖാർത്തൂമിൽ കോപ്റ്റിക് കത്തീഡ്രൽ ഉൾപ്പെടെ നിരവധി ദേവാലയങ്ങൾ RSFന്റെ ആക്രമണത്തിനിരയായിരിക്കുന്നു. ഓംദുർമാനിലെ കോപ്റ്റിക് കത്തീഡ്രലും ആക്രമണത്തിനിരയായവരും കൊള്ളയടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സുഡാനി ക്രൈസ്തവരിൽ നല്ലൊരു വിഭാഗം ഈജിപ്തിൽ വേരുകളുള്ള കോപ്റ്റിക് ഓർത്തഡോക്സ് സഭാ അംഗങ്ങളാണ്. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.